ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലിൻസീസ് ലിങ്ക്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഇലത്തോരനാണ്. മത്തയുടെ ഇല എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇല നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഒരു തളിരില നോക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. മൂത്ത ഇല എടുത്തു കഴിഞ്ഞാൽ തോരൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കട്ടിയായിട്ട് തോന്നും. ഓക്കെ, അതിനുശേഷം ഇല പറിച്ചതിന് ശേഷം നല്ല തളിരില ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഓക്കെ, ഇതിലും ചെറുതായിട്ട് അരിയാമെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് അരപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 2-3 പച്ചമുളകും ഒരു 3-4 അല്ലി നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ ജീരകവും ചേർക്കണം. ജീരകം ചേർക്കുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ജീരകം ചേർക്കുക. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ ജീരകം ചേർക്കണ്ട. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒരു പൾസിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അത് അരഞ്ഞു പോകാൻ പാടില്ല. ഇതേ പരുവത്തിന് വേണം നമ്മൾ എടുക്കാൻ. ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. അതിനുശേഷം പാൻ ഗ്യാസിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി എന്ന് പറയുന്നത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കണം. അതിൻ്റെ കൂടെ ഒരു 2 വറ്റൽമുളക്, 2 അല്ലെങ്കിൽ വറ്റൽമുളക് ചില സ്ഥലത്ത് നമ്മുടെ ഉണക്കമുളകെന്ന് പറയും. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ചുവന്നുള്ളി അല്ലെങ്കിൽ ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നല്ലപോലെ ഒന്ന് മൂക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറം ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിലേക്ക് അത് മാറണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ തോരൻ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഈ മുളകും അതുപോലെ തന്നെ ഈ നമ്മുടെ ഉള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഇങ്ങനെ മൂത്തതിന് ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. ഈ നമ്മുടെ ഈ തേങ്ങ ഒന്ന് വാട്ടി ചേർക്കുമ്പോൾ വേറൊരു നല്ലൊരു ടേസ്റ്റാണ്. അതുമല്ല, നമ്മുടെ ഇലയിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ലാസ്റ്റിൽ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചേർക്കുന്നതാണ് ഒന്നുകൂടെ ഒരു ടേസ്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഇല ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇതിലേക്കിട്ട് ഈ നമ്മുടെ അരപ്പുമായിട്ട് നമ്മൾ നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കണം. നമ്മുടെ ഈ മത്തയുടെ ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എടുക്കാതെ വേണ്ടാതെ കിടക്കുന്ന സാധനമാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഗ്രീൻ ലീഫിൽ വളരെ ഗുണമുള്ള ഇലയാണ് മത്തയുടെ ഇല. ഇതിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻ എയും കെയും അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇലത്തോരൻ കഴിപ്പിച്ച് നമ്മൾ ശീലിപ്പിക്കണം. ഇപ്പം കൂടുതലും കുട്ടികൾ ഇല ആഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. ഈ ഇല വെച്ച് വേണമെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് പോലുള്ള ആഹാരങ്ങളും ഫുഡും നമുക്ക് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ഈ സ്റ്റേജിൽ നമുക്കൊരു സ്വല്പം വെള്ളം ഇതിലേക്കൊന്ന് തളിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം തളിച്ചാലും മതി. ഉപ്പ് ആവശ്യം നോക്കിയതിന് ശേഷം വേണം ഇതിൻ്റെ മണ്ടയിലൊന്ന് ഇച്ചിരി വെള്ളം ഒന്ന് തൂക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ഇല നമ്മുടെ പാനയിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഓക്കെ, ഇനി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്കിതെടുത്ത് നോക്കണം. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഇത് നല്ലപോലെ വെന്തോ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് കടിച്ച് നോക്കണം കറക്റ്റ് കുക്കായോ ഇല്ലയോ എന്ന്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർക്കാം. ഇത് കുക്കായി കഴിഞ്ഞു. ഇനി ഈ തോരൻ നമ്മുടെ നടുക്കൊന്നൊന്ന് മാറ്റി നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിളാക്കിയതിന് ശേഷം നമ്മുടെ തോരനിലേക്ക് കൂട്ടി യോജിപ്പിക്കും. ഓക്കെ, മുട്ട ഇങ്ങനെ ചേർക്കാൻ നേരം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഈ മുട്ട ചേർക്കുന്ന പ്യുവർ വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ട്. അന്നേരം അവർക്ക് ഈ മത്തയുടെ ഇലയ്ക്കകത്ത് മുട്ട ചേർക്കണമെന്നില്ല. ഈ സ്റ്റേജിൽ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മുട്ട ചേർക്കാതെ നിർത്താം. പക്ഷേ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്നത്. മുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ മുട്ട നല്ലപോലെ ഒന്ന് കുക്കായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമ്മുടെ തോരനിലേക്ക് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലത്തോരനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ടൈമൊന്നും വേണ്ട ഇത് കുക്ക് ചെയ്യാൻ. ഇലയായതുകൊണ്ട് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല സമ്പൂർണ്ണ പോഷക ആഹാരമാണിത്. ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ
പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.